ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളും നല്ല നല്ല റെസിപ്പികളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്കൊന്ന് ഉഷാറായിട്ട് ജോലികളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഉഷാറായിട്ട് ജോലികൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഒന്ന് ഉഷാറാവണം. അപ്പോൾ രാവിലെ എണീറ്റോടെ കിച്ചണിൽ കയറാതെ ഒന്ന് ഫ്രഷ് ആവുമെന്ന് വെച്ചാൽ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഏത് ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ല മനസ്സോടെ അന്നത്തെ ദിവസം നല്ലതായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് മൂടോടെ തലമുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി വന്ന് നമ്മളൊന്ന് ഫ്രഷായിട്ടൊന്ന് കിച്ചണിലൊന്ന് ജോലികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയില്ല. അപ്പം നമുക്ക് രാവിലെ നല്ല ഉഷാറായിരിക്കും, ഉന്മേഷമായിരിക്കും ജോലികളൊക്കെ ചെയ്യാൻ. അല്ലാതെ നമ്മൾ രാത്രി കിടന്നിട്ട് അതേപോലെ ഒന്ന് രാവിലെ വന്ന് കിച്ചണിൽ കയറി ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനെ ഞാൻ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇന്ന് രാവിലെ കിച്ചണിൽ വരുന്നത്. നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്യാനും വേറെ ടെൻഷനൊന്നും ഇല്ലാതെ ജോലി ചെയ്യാനൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടും. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കണേ, റാഹി ദോശയാണ്. അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ അതിന് വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കുകയാണ്. പക്ഷേ ഇത് ഇഡ്ഡലിക്കല്ല, ദോശയ്ക്കാണ് കേട്ടോ ഇതിനുള്ള ടേസ്റ്റ്. ഇഡ്ഡലിക്ക് ഞാൻ ഉണ്ടാക്കുന്ന വേറെയാണ്, അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഉഴുന്നുകൊണ്ടാണ് ഇതിനുള്ള ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ഇത് ഫ്രഷ് ഉഴുന്നായതുകൊണ്ട് ഞാനത് കഴുകി ഒന്നുമില്ല, അതോടെ ഇട്ട് അതുപോലെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തലേദിവസം രാത്രി കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അതിന് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ദോശയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നൊന്ന് വറുത്തിട്ട് അതൊന്ന് തണുത്ത് വരണം. അപ്പോൾ തണുത്തതിന് ശേഷമാണ് നമുക്കത് പൊടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തലേദിവസം രാത്രി ദോശ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയാണ്. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കൂടെ ഒരു ഉപകാരമാകുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഇന്ന് കുറച്ച് പൊടിയും കൂടെ തയ്യാറാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ആ ജാറും ഇതുപോലൊരു ബോട്ടിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആക്കി വയ്ക്കുമ്പോഴേ നമുക്ക് അത്യാവശ്യത്തിന് ഇതുപോലെ വേണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് കഴിക്കാനും പറ്റും. അതുകൊണ്ട് ഇതുപോലെ ബോട്ടിനകത്താക്കി ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട, സാധാ ഇങ്ങനെ പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഉഴുന്ന് നല്ലതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മുടെ മിക്സി ജാറിലേക്കിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കണം കാണുമല്ലേ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇത് നല്ലതായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഉഴുന്ന് പൊടി റെഡിയായി. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് തയ്യാറാക്കി വയ്ക്കാൻ പെട്ടെന്ന് രാത്രിയൊക്കെ നമുക്ക് എന്തെങ്കിലും ദോശയൊക്കെ പെട്ടെന്ന് കഴിക്കേണ്ടി വന്നാൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് പൊടിച്ച് ഞാൻ ആ ബോട്ടിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് കുറച്ച് ദിവസത്തേക്ക് വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ ഇതിനി കഴിക്കുന്നത് ഇതുപോലെ പൊടി രൂപത്തിലല്ല, ഇത് നമുക്ക് അതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ എത്ര ആവശ്യം ആ പൊടിയും എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാണ് ഒഴിക്കാനുള്ളത്, വേറെ ഒന്നും ചേർക്കേണ്ട. ഉപ്പൊക്കെ ഇട്ട് അടിച്ചെടുത്തതാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അല്പം ചൂടാക്കി തണുത്ത വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അങ്ങനെ റാഗി ദോശയും ഉഴുന്ന് ചമ്മന്തിയൊക്കെ കഴിച്ച് മോള് പോകാൻ വേണ്ടി ഇറങ്ങി. അവളെ ചോറൊക്കെ എടുത്ത് മോന് സുഖമില്ല കേട്ടോ, അവന് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് നല്ല ചൂടുമല്ലേ വെയിൽ പുറത്ത്, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് പോണില്ല. അങ്ങനെ അവിടെ കിടക്കണം. മോള് പോകാൻ വേണ്ടി ഇറങ്ങി. അവളെ ബസ്സിനുള്ള സമയമായി, അതുകൊണ്ട് ധൃതിയിൽ ഓടയാണ്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്ത് വന്ന് എനിക്ക് 5 കോഴിയുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈലും വെച്ചുകൊണ്ട് തുറന്നപ്പോൾ അവർ പുറത്തിറങ്ങില്ല. അങ്ങനെ ഞാൻ മാറി നിന്ന് ഇപ്പോൾ വെളിയിലോട്ട് വന്നപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചതാ. രാവിലെ ചായ കുടിച്ചില്ല, അപ്പോൾ അങ്ങനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്ന് ക്ലീൻ ചെയ്യാനൊന്നും ഒന്നുമില്ല കേട്ടോ. എല്ലായിടവും തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണം. അപ്പോൾ വെറുതെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാക്കകളൊന്നും ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ദിവസം ഇവിടെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇന്ന് സോപാനം മാത്രം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ
ഒരുമാതിരി ചെടി എന്തൊക്കെ പറ്റിയിരിക്കണം. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ദാ എനിക്ക് എപ്പോഴും ഈ പൂ കാണുമ്പോൾ ഞാൻ ഇതിനടുത്ത് വരും കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ദാ കുറേ വിത്ത് ഞാൻ പാകി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വന്ന് നമ്മുടെ സലാഡ് വെള്ളരിതാ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇനി കിച്ചണിൽ വരുന്നത്. അപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള പരിപാടിക്ക് വന്നതാണ്. എന്നാൽ സമയം ഒരു 10 മണിയാവണതേ ഉള്ളൂ കേട്ടോ. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സർഫിലിട്ട് വെച്ച്. അപ്പോൾ ഇന്ന് അമരയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. നമ്മൾ അമരയ്ക്ക എന്ന് പറയുന്നത് അത്ര ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല, പക്ഷേ ഇതുപോലെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ കുറച്ച് അമരയ്ക്ക വാങ്ങിച്ച് ഇത് ഫസ്റ്റ് വാങ്ങിച്ചപ്പം നല്ല ഉണങ്ങിയതുപോലെ ഇരുന്നിട്ട് രാത്രി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതുപോലെ ഈ പാത്രത്തിന് വെള്ളം ഒഴിച്ച് ഇട്ടപ്പോൾ രാവിലെ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഞാൻ കുറച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഷുഗർ, BP, കൊളസ്ട്രോളൊക്കെ നല്ല ഗുണമുള്ള ഒരു പച്ചക്കറി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുക. അപ്പോൾ കഴിക്കാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണുമല്ലോ എൻ്റെ വീഡിയോയെക്കുറിച്ച്, എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലതനുസരിച്ച് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുമോ, അത് നിങ്ങൾക്കിത് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമല്ലേ, എന്തെങ്കിലും ഒരു കമൻറ്റ് പറ്റുമെന്നുള്ളവരൊന്ന് ചെയ്യുക. ഇനി ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഒത്തിരി ചെറുതായിട്ട് നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തിരി അത്യാവശ്യത്തിന് ഇത്തിരി വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ചക്കക്കുരുവാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അങ്ങനെ ചക്കക്കുരു എടുത്ത് ഇനി ഇത് നമുക്കൊരു മൺചട്ടിയിൽ ഉണ്ടാക്കാം. മാക്സിമം മൺചട്ടിയൊക്കെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മൺചട്ടി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചക്കക്കുരു നമ്മുടെ അമരയ്ക്കയും കൂടി ഇട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കണം. നമ്മുടെ അമരപ്പയർ ഇത്തിരി വേവ് കൂടിയ ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ട് ഒത്തിരി ഓയിലൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. അതുപോലെ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കടുക് താളിച്ചിടാം. ഇനി അതൊന്ന് വേവിക്കാൻ വയ്ക്കുക. ആ വേവുന്ന സമയത്ത് ഞാൻ അരപ്പൊന്ന് റെഡിയാക്കി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും മുളക് പൊടി നമ്മുടെ തോരന് തയ്യാറാക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കൂട്ടതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ അരപ്പ് ഇട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ, എനിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം കാണാം. ഇതുപോലെ ഒന്ന് അരപ്പിട്ടിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. 5 മിനിറ്റ് വേണ്ട. നല്ല ആവിയൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളിത് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ല ആവിയൊന്നും നല്ലതായിട്ടിരിക്കുമല്ലോ. ആ പരുവാകുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ആ തോരനും റെഡിയായി. ഇനി ഞാൻ ഇപ്പുറത്ത് കടുകൊന്ന് താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ആദ്യമേ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ ഭയങ്കര ഓയിൽ വേണം. ഓയിലൊന്നും അത്രയും നല്ലതല്ല നമ്മൾ ആരോഗ്യത്തിന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകും താളിച്ച് ഇട്ടപ്പോൾ നമ്മൾ അടിപൊളി അമരയ്ക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള തോരൻ റെഡിയായി. അപ്പോൾ ചോറ് കഴിക്കുക ഇത് മാത്രം മതി, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ അമരയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ. പിന്നെ കുറച്ച് മീനുണ്ട്, തലേദിവസത്തെ മീൻ എനിക്കുണ്ട്. മോന് അസുഖം ഇല്ലാത്തതുകൊണ്ട് കഞ്ഞി കുടിക്കും അവൻ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ജോലിയില്ല, പിന്നെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ സമയം നോക്കിയപ്പം ഒരു 10:45 ആയതേ ഉള്ളൂ. വീണ്ടും സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട ഒരു സമാധാനമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് ചെയ്ത് അതൊന്ന് ശീലമായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൻ്റെ അവിടെയൊന്നുമില്ല, എന്നാലും ഞാൻ തുടക്കിയിടാം. നമ്മളെന്നും ചെയ്യുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തു പോകും. അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഇനി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വൈകിട്ട് പിന്നെ കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ജോലി ചെയ്യാൻ കഴിയും.
അപ്പോൾ സ്നാക്സ് ഇത് അടയാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചത്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. നമ്മളെ ഗോതമ്പ് മാവും കുറച്ച് പകുതി മൈദയും അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് അതുപോലെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ പകുതി ഗോതമ്പ് പകുതി മൈദ എടുത്ത് അല്പം ഉപ്പും കൂടെ വെള്ളത്തിലിട്ട്, ആ വെള്ളമാണ് നമുക്ക് കുഴച്ചെടുക്കുന്നത്. നോർമലി പച്ച വെള്ളത്തിൽ തന്നെയാണ്, അല്പം ഉപ്പിട്ടെന്നേ ഉള്ളൂ. അങ്ങനെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. അല്പം ലൂസാക്കി എടുക്കുക കേട്ടോ, ഒത്തിരി കട്ടിയാതെ ഇതേപോലെ. എന്നിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇലയിൽ നിരത്തി വെച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഒത്തിരി അട ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരാൾ മാവ് വയ്ക്കുക, ഒരാൾ പരത്തുക, പിന്നെ ഒരാൾ അതിൻ്റെ കൂട്ട് വയ്ക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മളെല്ലാം പാടെന്ന് പറഞ്ഞാൽ അത് പാടായിരിക്കും. പക്ഷേ നമ്മൾ എല്ലാം എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് ഇതുപോലെ ഉണ്ടാക്കുമ്പം പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. എനിക്കിതായിപ്പോൾ സമയം 11 മണി പോലും ആയില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇത് റെഡിയാക്കി എടുത്ത് എല്ലാം ഒന്ന് പരത്തി, ഇനി ഇതിലേക്ക് ഒത്തിരി തേങ്ങ കൂടുതലും ശർക്കര കുറച്ചും അല്പം ഏലക്കയും കൂടെ ചതച്ചിട്ട കൂട്ട് ഇതിൽ ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൂൺ വയ്ക്കുമ്പം കറക്റ്റ് അളവ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അളവ് ചിലതിൽ കൂടുതലായി പോകും, കുറഞ്ഞു. ഇതാകുമ്പോൾ ഓരോ സ്പൂൺ അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ വേവിച്ച് എടുത്തിട്ടു കണ്ട, നല്ല സോഫ്റ്റായിട്ടിരിക്കണം കേട്ടോ. കണ്ടിട്ട് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു, അടിപൊളിയാണ്. പക്ഷേ ഞങ്ങൾ 4 മണിക്ക് കഴിച്ചപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇതേപോലെ. അപ്പോൾ ഞാൻ ഇനി ഉച്ചയ്ക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് മോന്. അപ്പോൾ ദാ ഏട്ടനൊന്ന് നേരത്തെ വന്നിട്ട് എന്തോ പാല് കാച്ചായിരുന്നു ഇവിടെ. അപ്പോൾ ജോലി സൈറ്റിലൊന്നും പോയില്ലായിരുന്നു. അങ്ങനെ വന്നിട്ട് ദാ പേരയ്ക്ക അടക്കാനുള്ള സാഹസികത കാണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടേ ഒരിക്കൽ കൂടെ പറയണം, ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.